പത്തനംതിട്ട നഗരത്തിൽ റിംഗ് റോഡ് അരികിൽ മാലിന്യ നിക്ഷേപം തടയുന്നതിന് നഗരസഭ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ കാട് കയറി നശിക്കുകയാണ്. കൊള്ളാമല്ലേ? ഏതായാലും അബാൻ മേൽപ്പാലം നിർമ്മാണം നടക്കുന്നതിനാൽ ക്യാമറ സ്ഥാപിച്ച ഭാഗത്തെ റോഡിൽ ഗതാഗതമില്ല. നിരീക്ഷണ ക്യാമറ ഈ ഭാഗത്ത് നിന്ന് മാറ്റി റിംഗ് റോഡിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. പത്തനംതിട്ട നഗരത്തിൽ റിംഗ് റോഡരികിൽ ആരുടെയും കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം സർവ്വസാധാരണമായിരുന്നു. ഇത് തടയുന്നതിനായി പത്തനംതിട്ട നഗരസഭ പ്രത്യേകം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണ ക്യാമറകൾ വാങ്ങിയിരുന്നു. ആ നിരീക്ഷണ ക്യാമറകൾ റിംഗ് റോഡരികിലെ പലയിടങ്ങളിലും സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണ ക്യാമറയുടെ ഒരവസ്ഥയാണിത്. ഈ സ്ഥലം എന്നുള്ളത് അബാൻ മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ്, അതായത് സർവീസ് റോഡാണിത്. ഈ റോഡിൽ കൂടി ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതമില്ല, അതായത് നിർമ്മാണം നടക്കുന്നത് മൂലമാണ് ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നിരീക്ഷണ ക്യാമറയുടെ ഒരു അവസ്ഥ കാണുക, മുഴുവൻ കാട് കയറി കിടക്കുന്നു, പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ് പരാതിയുമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ജാസിം കുട്ടിയാണ് നമ്മോടൊപ്പമുള്ളത്. അങ്ങ് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയാണല്ലോ. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം എന്താണ്? മാലിന്യമുക്ത പത്തനംതിട്ട എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളുവാൻ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറകൾ പലതും ഇന്ന് പ്രവർത്തനരഹിതമാണ്. ഇത് ആവശ്യമായ മോണിറ്ററിംഗ് സംവിധാനം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആ സമയത്തൊക്കെ പത്തനംതിട്ടയിൽ മാലിന്യം തള്ളൽ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഇത് പ്രവർത്തനരഹിതമാണ് എന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെട്ട ശേഷം വീണ്ടും മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഇത് അതിൻ്റെ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ കൊണ്ട് മറ്റ് മാലിന്യം തള്ളുന്ന മറ്റ് മേഖലയിലേക്ക് പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ക്യാമറകളാണ്. ഇത് ജനങ്ങൾക്ക് മാലിന്യം തള്ളുവാൻ സാധ്യതയുള്ള ആ മേഖലകളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അധികൃതരുമായി നിങ്ങൾ സംസാരിച്ചല്ലോ, അവരുടെ ഒരു വിശദീകരണം എന്താണ്? അവർ പറയുന്നത് ഇത് മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കാരണം അത് പ്രവർത്തനരഹിതമാണെന്ന്. അത് വളരെ നിസ്സാരമായിട്ടാണ് അവർ പറയുന്നത്. അത് മാറ്റി സ്ഥാപിക്കുന്നതിന് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു ആവശ്യം എന്നുള്ളത് ഈ നിരീക്ഷണ ക്യാമറ അത് മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.